തോപ്പിച്ച് കളഞ്ഞല്ലോടാ നീ അങ്ങ്. ഇങ്ങോട്ട് നീ ഇവിടെ നീ പറ. ഒന്നാമത്തെ ചോദ്യം, ആരാണത്? ആ കുട്ടിയുടെ പേര് റബേക്ക. ആ കുട്ടി ഓ മറ്റേ പഴയ റബേക്ക എന്നല്ലേ? അതെ. എന്തിന് ഗാംഗൂസി കേറ്റി? ഇൻഫോ പാസ് ചെയ്യാൻ. എന്ത് ഇൻഫോ? മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് ഗണ്ണിന്റെ കാര്യം അന്ന് ജോക്കിയുടെ മുമ്പിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്നെ കണ്ടിട്ടൊരു ഊളയായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ചിലപ്പോ ജോക്കി ഇടത്തെ സൈഡ് നോക്കിയാൽ ചിലപ്പോ തോന്നുമായിരിക്കും. ആ ഞാൻ എല്ലാം വിളിച്ചു പറയും, നിങ്ങളെ വിളിച്ചോക്കളാ ഇങ്ങോട്ട്. അപ്പൊ ഇത് ഇന്നലെ മൊത്തവും ഞാൻ കേൾക്കലൂടായിരുന്നു, മനസ്സിലായി? അതായത് ഈ പറഞ്ഞ മിസ്റ്റർ എക്സ്. അപ്പൊ ഇങ്ങനെ ഒരു ഇൻഫോ പാസിങ്ങും ഇങ്ങനെ ഒരു സാധനവും എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ജോക്കി അതാ പറഞ്ഞത്. ഞാനൊരു കാര്യം ഉള്ളതുപോലെ പറയാം. എന്റെ അടുത്ത് ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ തുറന്നങ്ങ് സംസാരിക്കുക. ഞാൻ കൊല്ലാൻ പോകുന്നുണ്ടോ, ഞാൻ തിന്നാൻ പോകുന്നുണ്ടോ, ഉള്ളതുപോലെ പറയാം. എന്റെ അടുത്ത് എന്തിനാണ് ഈ കള്ളങ്ങൾ ഇങ്ങനെ ചമഞ്ഞു കൂട്ടുന്നത്? എന്തിനാണ് വാസു? കള്ളമല്ല ജോക്കി, ഞാൻ സത്യം പറയട്ടെ അമ്മ. ഞാൻ സത്യം പറയട്ടെ, തുറന്ന് സംസാരിക്കും. ജോക്കി ഞാൻ ഉണ്ടല്ലോ, ഞാന് ഈ കുട്ടി പണ്ടത്തെ റബേക്ക ഓർമ്മയില്ല ജോക്കിക്ക്? പണ്ടത്തെ റബേക്ക വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പഴയ ഒരു സുഹൃത്തിനെ റോഡിൽ വെച്ച് കാണുന്നു. വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് കാണുന്നു. വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് കണ്ടപ്പം ഞാൻ അന്നേരം ജസ്റ്റ് അവളിങ്ങനെ ഗേറ്റിന്റെ അടുത്തോട്ട് വന്നു. അപ്പൊ ഞാൻ ആ ഗേറ്റിന്റെ ഗേറ്റിൽ നിന്ന് ഒരു 97, 95 അല്ലെങ്കിൽ ഒരു 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. 82 സെന്റിമീറ്റർ. ആ ഡിസ്റ്റൻസ് കറക്റ്റ് നിൽക്കുമായിരുന്നു. ആ സെന്റിമീറ്റർ നിന്ന് അപ്പൊ പെട്ടെന്ന് ഈ കുട്ടി എന്റെ അടുത്തോട്ട് പറയുന്ന കേൾക്കാൻ വേണ്ടിട്ട് ആ ഗേറ്റിൽ നിന്ന് 82 സെന്റിമീറ്റർ കടന്ന് ഫ്രണ്ടിലോട്ട് വന്നു. ജസ്റ്റ് 82 സെന്റിമീറ്റർ. അപ്പോഴത്തേക്കിനുണ്ടല്ലോ ജോക്കി, നമ്മളിവിടെ നിൽക്കുമ്പോ തല ഇരിക്കുമ്പോ വാലാടുന്നത് കണ്ട ജോക്കിക്ക് വിഷമം വരുമല്ലേ? പെട്ടെന്ന് കണ്ണാപ്പി ചാടി എണ്ണീറ്റിട്ട് യാങ്ങോസി പെണ്ണിനെ കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിൽക്കുക. പെണ്ണൊന്നും കേറിയില്ല. ഞാൻ പറയട്ടെ ജോക്കി, ഞാൻ പറയുക ബാക്കിയുടെ പറയുന്നത് കേൾക്കുക. യാങ്ങോസി പെണ്ണിനെ കേറ്റുന്നു എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഭയങ്കര ഷോ അവിടെ. ഇവിടെ ജോക്കി ഇല്ലാത്ത സമയത്ത് ഇവനൊക്കെ എല്ലാ പെണ്ണുങ്ങളെ കൊണ്ട് ഇതിനകത്ത് ഒട്ടൊക്കെ അടിച്ചിട്ട് പോയതാ. എന്നിട്ട് ഞാൻ ഒരു വാണിംഗ് കൊടുത്ത് വിട്ടിരുന്നതാ. അന്ന് ഞാൻ ഇവനെ നല്ല പോലെ അങ്ങ് വഴക്ക് പറഞ്ഞു. ജോക്കി പിടിച്ചു നിർത്തിയിട്ട് നിന്നെ അടിച്ചിറങ്ങിക്കളയും, നിന്നെ സസ്പെൻഡ് ചെയ്യും, അടിച്ച് കറക്കളയും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര സംസാരിച്ച് ദേഷ്യപ്പെട്ട്. ഇവൻ ഉള്ളിൽ ആ ഗ്രഡ്ജ് വെച്ച് അവൻ ഇങ്ങനെ ഇരുന്ന് എന്നെങ്കിലും ഒരു ദിവസം എന്റെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഇതിനകത്ത് തിരിച്ചു കയറുവാണെങ്കിൽ അതിന് റിപ്ലൈ പറയണമെന്ന് വിചാരിച്ച് അവൻ ഇരുന്ന് അങ്ങനെ ഓർത്ത് വെച്ച് ഏകദേശം 1.5 വർഷം മുമ്പുള്ള സംഭവമായത്. എന്നിട്ട് ഈ കൊച്ചു വന്നപ്പോ ഈ കണ്ണാപ്പി എന്റെ അടുത്ത് ചാടി കയറി പറഞ്ഞ് ഗ്യാങ്ങോസി പെണ്ണിനെ കയറ്റി, അത് കയറ്റി, ഇത് കയറ്റി എന്നൊക്കെ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. വന്നിട്ട് ഞാൻ പറഞ്ഞു, ആ കേറ്റൂടാ, നീ ഞാൻ ഇവിടെ ഇല്ലേ, ഞാൻ ലീഡർ അല്ലേ, ഞാൻ ഇവിടെ അകത്ത് ഒന്നും കയറ്റിയില്ലല്ലോ, ജസ്റ്റ് ഇവിടെ വരെ അല്ല ഇതാക്കിയുള്ളൂ, ഇതിന്റെ അകത്ത് കയറിയാൽ നീ എന്നെ എന്തെങ്കിലും ചെയ്തു കളയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഗ്യാങ്ങോസിൽ നിന്ന് ഒരു കറക്റ്റ് 890 സെന്റിമീറ്റർ ഫ്രണ്ടിലോട്ട് നടന്ന് ഈ 890 സെന്റിമീറ്ററിന്റെ അവിടെ വെച്ച് പറഞ്ഞാൽ അവിടെ നിന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം അതിന്റെ അപ്പുറത്തോട്ട് കൊണ്ടുവന്ന ഇതാവുന്നു എനിക്കറിയാം. അത് പറഞ്ഞ് ഈ 890 സെന്റിമീറ്റർ കറക്റ്റ് അവിടെ എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് വാ റബേക്ക, ആരാ ചോദിക്കുന്നതെന്നൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു. അന്നേരം അകത്തോട്ട് വന്ന 890 സെന്റിമീറ്ററിന്റെ ആ ഫോട്ടോ ആണ് ജോക്കിയെ കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നത്. ഒരു ട്വിസ്റ്റ് പറയട്ടെ? പറ. ഇത് കണ്ണാപ്പി അല്ല എന്നെ കാണിച്ചത്. അല്ല, ഇതാണ് സംഭവം. അന്നേരം ഗ്യാങ് ഹൗസിലെ ഗ്യാങ് മെമ്പേഴ്സ് കുറെ പേരുണ്ട് അവിടെ ചുറ്റും നിൽക്കുക. ഇതാ സംഭവം. അകത്ത് കയറ്റിയില്ല, അവിടെ വരെ കയറ്റിയോ? ഇല്ല, ഗ്യാങ് ഹൗസിനകത്ത് കയറ്റിയിട്ടില്ല. ഗ്യാങ് ഹൗസിനകത്ത് കയറ്റിയ ഒരു ഫോട്ടോ കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്റെ ഈ ലീഡർ സ്ഥാനം എടുത്ത് ഞാൻ ചന്ദ്രൻ കൊടുത്തിട്ട് സംസാരങ്ങൾ ക്ലിയർ ആയി നമുക്ക് ക്ലാരിറ്റി വേണ്ടി വേണം. നമുക്ക് ഇങ്ങനെ ഒരു ഇതൊഴിച്ച് വന്ന് ഇതിങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഇത് ഇങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ എനിക്ക് നിന്നെ വിശ്വാസം, അപ്പം ഇതൊന്ന് ചോദിക്കണമായിരുന്നു, ക്ലിയർ ആക്കണമായിരുന്നു. അത്രേ ഉള്ളൂ ജോക്കി. ഞാൻ പിന്നെ ഗണ്ണിന്റെ കാര്യം പറഞ്ഞത് ഇൻഫോ പാസ് ചെയ്യാന്ന് പറഞ്ഞ ശരിക്കും റബേക്ക അവിടെ വന്നത് ഈ ഇൻഫോ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഗ്യാങ് ഹൗസിനകത്ത് കയറ്റേണ്ട ആവശ്യമില്ലായിരുന്നു, ഒരു ഇൻഫോ പാസ് ചെയ്യാനാണ് വന്നത്.
ഞാൻ അത് ആദ്യം തൊട്ട് പറയാന്ന് വിചാരിച്ചപ്പോഴാണ് ജോക്കി മണ്ടനാണോ എന്നൊക്കെ ചോദിച്ചില്ലേ അല്ലെങ്കിൽ സംശയിച്ചിട്ടൊന്നും ഇല്ല, മനസ്സിലായി. ഇത് എന്താണ് വെല്ലുമോൻ ആണ് എനിക്ക് ഷെയർ ചെയ്ത് എന്നിട്ട് പറഞ്ഞ് അണ്ണൻ ഗ്യാങ് ഹൗസ് പെണ്ണിനെ കയറ്റി, ഇതിന് മുന്നേം കയറ്റി, ഇത് കഴിഞ്ഞും കയറ്റി എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ ചെറുക്കനെ കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്ന പറഞ്ഞപ്പോ എനിക്ക് ഫോട്ടോ അയച്ചു. ജോക്കി. ഹലോ അണ്ണാ, ഹലോ ആരാ? ഫ്രീയേ? അല്ല, എനിക്ക് പൈസ തരണം. ഫ്രീ അല്ല. പറഞ്ഞു നോക്കി. എന്താ ആരാ ചോദിച്ചു? എന്താ ചോദിച്ചു? ആരോ വിളിച്ചിട്ട് ഫ്രീ എന്ന് എന്നെ വിളിച്ചിട്ട്. സിറ്റി സമാധാനം ഉണ്ടായിരുന്നു, വീട്ടിൽ വരുമ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഈ മുണഞ്ഞൻ എന്ത് ഇന്ന് ഇന്ന് എന്ത് എങ്ങനെ കേറി വന്നിരുന്നു ആരുമ്പോഴാണ് എന്താ പുറകെ വരുന്നുണ്ട്. എടാ ചന്ദ്ര, എനിക്ക് നിന്നോടൊരു ചോദ്യം ചോദിക്കണം. ഒറ്റ ചോദ്യം ചോദിച്ചോ. നീ ഗ്യാങ് ഹൗസിൽ പെണ്ണുങ്ങളെ കേട്ടിട്ടുണ്ടോ? ഇല്ല, നോ ലൈവ് ബ്ലാസ്റ്റ് ഇൻ ഗ്യാങ് ഹൗസ്. പുറത്തോ? യെസ് ഐ ഡു, മൾട്ടിപ്പിൾ ടൈംസ്. ഞാൻ ഒരു കാര്യം പറയാം ജോക്കി. ഒരു ദിവസം ഇവന്റെ പെണ്ണുമ്പിള്ളയുടെ ചേച്ചിയും പിന്നെ ഇവന്റെ മോനും കൂടെ വന്ന് ഗ്യാങ് ഹൗസിനകത്ത് കയറി കട്ടിലെ വരെ തൂറി മെഴുകിയിട്ട് പോയി. ജോക്കിയുടെ കട്ടിലയിൽ വരെ ഇതാക്കി. ഞാനാണ് കൊണ്ടുപോയി ഡ്രൈ ക്ലീൻ ചെയ്ത് അവിടെ വെച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഗ്യാങ്ങിനൊരു സൽപ്പേരുണ്ട്, മനസ്സിലായോ? അത് ഓൾറെഡി കഴിഞ്ഞ ദിവസം നിന്റെ ആ കുടുംബത്ത് പോയി ഞങ്ങൾ പോയി. നാണമില്ലാത്തവനെ, നീ തോക്കിനകത്ത് മറിച്ചോടെ വിറ്റില്ലോടാ നമ്മുടെ തോക്ക് കൺസ്യൂമന്റ് പിള്ളേരടിച്ചോണ്ട് വന്നിട്ട്. അന്തസ്സില്ലാത്തവനെ, പിന്നെ അണ്ടിയില്ലാത്തവനെ വിളിക്കുന്നില്ല. അതില്ലാത്തോണ്ട് പിന്നെ വിളിച്ചിട്ട് കാര്യമില്ല. ഇതിനെ സസ്പെൻഡ് ചെയ്തില്ലോടാ നിന്നെ. അടുത്ത ഗ്യാങ് മീറ്റിംഗ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പബ്ലിക് ആയിട്ട് ഇത് പറയണം. എടാ എല്ലാരെയും വിളിച്ചങ്ങോട്ട് പറയണടാ. ഇവൻ ഈ കാണിക്കുന്ന ഷോ ഉണ്ടല്ലോ, ഇവന്റെ സിഗരറ്റ് കടിയും. എടാ നീ നിന്റെ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ടാ തോന്നുന്നു നീ എന്തോ വലിയ വലിയ യുദ്ധത്തിനൊക്കെ പോയിട്ട് തിരിച്ചു വരുവായിരുന്നു. അഡ്മിനെ തളക്കി വിളിച്ച് പോയി വെളിയിൽ പോയിട്ട് വന്നിട്ട് കംബാക്ക് എന്ന്. ഞാൻ എന്ത് ചെയ്തു ഇവിടെ? നീയാണ് ഇത്ര ഇഷ്യൂ ഉണ്ടാക്കിയത് ചന്ദ്ര. നീ ഇത്ര ഇഷ്യൂ നീയാണ് ഇവിടെ ഉണ്ടാക്കിയത്. CC കൂടി വണ്ടി എടുത്ത് പിള്ളേര് തലക്കി വെച്ച് കൊടുക്കാം. മറ്റേ ഗാരുവേഴ്സിന്റെ കഥ പിന്നെ പറഞ്ഞാൽ മതിയോ? ഞാൻ അതിന്റെ ബാക്കി ഉണ്ടായിരുന്നല്ലേ. പിന്നെ പിന്നെ പറയാതെ എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ. ജോക്കിക്ക് ഗാങ്സിലോട്ട് വേണം ഇപ്പൊ പറ. എനിക്ക് തൽക്കാലത്തേക്ക് അതിന്റെ ആവശ്യമില്ല. ഒന്നാമത്തെ കാര്യം, ജോക്കി വെറുതെ വന്ന് നിന്നാ മതി. ജോക്കി 1000 ഓറ. 1000 ഓറ. രണ്ടാമത്തെ കാര്യം 1000 ഓറയാ? 1000 ഓറ അത് തരാം. ഞാൻ അണ്ണൂര് കുറച്ച് ഗാർഡ്സിനെ ഏർപ്പാടാക്കിയായിരുന്നു. ആ പിള്ളേരൊക്കെ കുറച്ച് നാൾ ഇവിടെ ഇല്ലായിരുന്നു. അവരൊരു വേറൊരു VIP-യുടെ ഇതിനു വേണ്ടിട്ട് പോയ അവര് വന്നിട്ടുണ്ട്, തിരിച്ചു. ജോക്കിക്ക് മുകളിലൊരു VIP ഈ സിറ്റിയില്. മറ്റേ അങ്ങനല്ല, അവര് വേറെ സിറ്റിയില് കാശിന് വേണ്ടിട്ട് പോയതാ. കുഴപ്പമില്ല, അതെന്താ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ, ഈ ചന്ദ്ര നീയാണ് ഈ പിള്ളേർക്ക് മാതൃകയായിട്ട് നിൽക്കേണ്ടത്. കോഹ്ലി എന്ന് പറയുമ്പോ ദൈവത്തെ ഓർത്ത് നീ ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാണമുണ്ടോ? ഈ കുട്ടിക്കൊരങ്ങനെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കാനായിട്ട് വല്ല ഉളുപ്പുണ്ടോ? അറ്റ്ലീസ്റ്റ് ഈ പിള്ളേർ കണ്ടുപിടിക്കുമ്പോ മുമ്പിലെങ്കിലും ഈ നേരെ ചൊവ്വ നടന്നൂടെ? എന്താണ് ഈ ലൈവ് ബ്ലാസ്റ്റ്? എവിടെ പോയാലും ലൈവ് ബ്ലാസ്റ്റ്. ചന്ദ്ര, സത്യം പറഞ്ഞാൽ നിന്നെ സസ്പെൻഷനിൽ നിന്ന് മാറ്റാനായിട്ട് ഒരു അർഹതയില്ല നിനക്ക്. ഡോർക്കിയുടെ ബർത്ത്ഡേ ആണ് ഇന്നോ? അന്ന് ക്ഷമിക്കണോ, ഞാൻ ഇനി നേരായ പാതകളിൽ നടക്കാൻ ശ്രമിക്കാം. എന്നാതാവത് ഡോർക്കിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്. ഡോർക്കിയുടെ ബർത്ത്ഡേ ആണോ? ഓക്കെ. ഡോർക്കി മോനെ മെനിമിനി ഹാപ്പി ബർത്ത്ഡേ ഡോർക്കി. ഡോറിന്റെ കീയാ നീ അതില് പറഞ്ഞ ഡോർക്കി നമ്മുടെ ഗ്യാങ്ങിലുണ്ടല്ലേ. ഡോർക്കി ചന്ദ്ര കത്തി എല്ലാരും കത്തി. ചന്ദ്രശലഭം സ്നേഹം. ഹലോ, എടാ കേക്കാവോ? ഡോർക്കി ആരളിയോ? ഭരതനല്ലേ? ഓ ഭരതൻ.
ഗൈസ് സൗണ്ട് വന്നാ? ഹലാ ഹലാ വന്നാ? ഓക്കെ 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 വന്നു ഗൈസ്. എന്റെ മൈക്ക് ഓഫായി പോയതാ. ജോക്കി ഞാൻ വന്നു. ഹലോ ഹലാ. ഏടാ കൂട്ടിക്കൊരങ്ങാ, നിന്റെ അടുത്ത് ഞാൻ വിളിക്കുവല്ലയോ, അത് കടന്ന് മൈക്ക് എല്ലാം കൂടെ PC എല്ലാം കൂടെ തല്ലി പൊട്ടിക്കണ്ട, ബഗ്ഗാണ്. മല്ല എന്റെ മൈക്ക് ഓഫായി പോയതാണെന്ന്. ആണോ? ആ ആരുടെയും കേൾക്കാനില്ലായിരുന്നു. ഇല്ല എന്റെ മൈക്ക് ഓഫായി പോയതാ. ആ അപ്പം എന്നാ ഇന്നത്തേക്ക് ഇത്ര ഉള്ളോ? ഞാൻ ഇത്രേ ഉള്ളൂ ഞാൻ ഇന്ന് ഇതല്ലേ ഈദ് മുബാറക്ക് അല്ലേ, പിള്ളേർ എൻജോയ് ചെയ്യട്ടെ. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യട്ടെ. നാളെ പിടിക്കാം. മറ്റന്നാ അല്ലല്ല, മറ്റന്നാ കേക്കയുടെ സംഭവം ഉണ്ടോ കേട്ടോ. ഓക്കെ മറക്കല്ലേ. ഓക്കെ ഓക്കെ. അല്ല തമാശയായിട്ട് തോന്നുന്നുണ്ടോ ഇതൊക്കെ? ഇല്ല അല്ല എന്തിനാ പിന്നെ ഈ ഇളിക്കുന്ന എന്തിനാണ് നീട്ടി? ഒരു സെക്കൻഡ്. മറ്റേ കേക്കയുടെ പരിപാടിക്ക് പോവാം. ആ മറ്റന്നാ കേക്കയുടെ പരിപാടി മറക്കരുത് കേട്ടോ, എന്നെ ഓർമ്മിപ്പിക്കണേ. ഞാൻ ഏച്ചു. അപ്പൊ ഗുഡ് നൈറ്റ് ബോയ്. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്. കാട്ടിലൊന്നും കയറാൻ പോകരുത് രാത്രി. ഇല്ല. പിന്നെ എന്താ ഗ്യാങ്കൂസി പെണ്ണിനെ കയറ്റരുത്. ഓക്കെ ഒരു നിമിഷം. കാലിന് എന്തേലും പിണഞ്ഞു കയറിയോ? വിടരുന്നു അടയുന്നു. ഇപ്പൊ അടഞ്ഞു. ഞാൻ ഈ കോപ്രായം നിന്നിവിടെ കാണണമെന്നാണോ? ഇതെന്താ ചോക്കി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എന്താണ് നിനക്ക് ഇത്ര സ്ത്രൈന ഭാവം പെട്ടെന്ന്? ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ആ ഇപ്പൊ എല്ലാം ഓക്കെയാണ്. വാ. വേറൊന്നും പറയല്ലോ. വേറൊന്നും പറയാനില്ല. ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. അപ്പൊ മറ്റന്നാ കേക്കയുടെ പരിപാടി മറക്കരുത്. അത് ഒരു അർജന്റ് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് ആണ്. കുറച്ച് കോടികൾ തടയുന്ന കേസാണ്. ജോക്കി ഈ വാക്സിൻ എടുത്തിട്ട് എനിക്ക് ശരീരത്തിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് ജോക്കി. പ്രശ്നമുണ്ടോ? എനിക്കും ഉണ്ട്. പിന്നെ ഈ ഗാരി വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ പുറകെ പോയെന്നും പറഞ്ഞിട്ട് വലിയ മാസം എന്തോ ഒരു ബുദ്ധിമുട്ടില്ലേ? എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, എസ്പെഷ്യലി കൈയുടെ രണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഗൈസ് ഡോർക്കിയൻ ഭരതന്. ഒന്നും പറയണ്ട. മംഗലശ്ശേരി ഭരതൻ ഓക്കെയാണ്. ഡോർക്കിയും ഭരതനും വരാന്ന് പറയടാ. അത് രണ്ടും ഒരാളാണ്. ജോക്കിക്ക് വേണം ഇപ്പൊ ഈസി ആയിട്ട് പറ്റിക്കായിരുന്നു കേട്ടോ എനിക്ക്. ഒരു നീരില്ലേ ജോക്കി? എനിക്ക് വയ്യ, കക്ഷം നോക്ക്, നീരില്ലേ? ഉണ്ട്. ഡോർക്കിയുടെ ഭരതന്റെ ബർത്ത്ഡേ എന്ന്. ഡോർക്കിയും ഭരതനും രണ്ടുപേരും പിന്നെ മംഗലശ്ശേരി TV മംഗലശ്ശേരി ഭരതൻ അവര് 3 പേരായിട്ടല്ലേ എടുത്തായിരുന്നു. നീലകണ്ഠൻ നമ്മൾ ചെയ്യേണ്ടത് വിഷയണ്ടേ? വിഷയണം. എങ്ങനെ വിഷയുന്നേ? ജോക്കി വാട്സാപ്പിലിട്ട്. ഞങ്ങൾ വാട്സാപ്പിലിട്ട്. സ്ലോട്ട് ഇല്ലല്ലോ മോനെ എനിക്ക്. അത് ഇതിലെങ്കിലും ഇട് ജോക്കി. അതൊക്കെ ഞാൻ വിഷ് ചെയ്തോളാടാ. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സ്ലോട്ട് ഇല്ലാതെ ഞാൻ ഇവിടെ നിന്നിട്ട് നീ എന്റെ മുമ്പിൽ നിന്ന് മുട്ട് വരയ്ക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സ്ലോട്ടിന്റെ ആവശ്യമുണ്ടോ? അതില്ല ജോക്കി. അതില്ല. അപ്പൊ ശരി, പോയിട്ട് വരാവേ. ഓക്കെ. എപ്പോ വന്നാലും സിനിമാറ്റിക്സിലിടാ എന്തേലും കൊടുക്കണം. ഒരു ഡയലോഗ് എങ്കിലും കൊടുത്തിട്ടേ വരുള്ളൂ. എടാ പറയടാ.